ഒരു അന്ന് ചെണ്ടമേളമൊന്നും ഇല്ല ആ കാലഘട്ടങ്ങൾ. ചുമ്മാ ഇരുട്ട് ഗുഹയായിട്ട് ഇന്ന് പോലെ താമസിക്കുന്നേ ഉള്ളൂ. ഒരു ഇതിനുള്ള ഒരിതില്ല. അങ്ങനെ വന്നപ്പോൾ ഈ തേവാതി തമ്മിൽ ഇത് ആലോചിച്ചു. മൊത്തത്തിലും ആലോചിച്ചു ഇവർ പോയി അവിടെ ചെല്ലുവാണ് പഠിക്കാൻ. ഇതെങ്ങനെയാണ് നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നത്, ഇതെങ്ങനെയും വേണമല്ലോ. വടകടല്ല 7ാം പള്ളിയറ എന്ന് പറയും. അപ്പോൾ ഇവർ 5 വർഷം 6 വർഷമൊക്കെ പഠിച്ചിട്ട് അടുത്ത് അവിടെ നിന്നൊക്കെ പോകുന്നവരുണ്ട്. എന്നിട്ട് ഈ ചേട്ടനനിയന്മാർ തന്നെ 7 വർഷവും ഇതിൽ രണ്ടാലൊന്നും അറിയണം, ഇത് എന്താണെന്ന് പഠിക്കണം. ഇത് ലാഷാണ് ഈ മത്തളം പിന്നെ കൊടുക്കുന്നത്. ഈ പഞ്ചമ്പൂലാനാണ് മൂത്ത ചേട്ടൻ. പഞ്ചമ്പൂലാൻ തേവാതി തന്നെയാണ് അത് പാടാനും. പെരിയാനങ്കനാണ് ഈ മത്തളം അടിക്കുന്നത്, രണ്ടാമത്തെ അനിയൻ. അങ്ങനെയാണ് അതുമായിട്ടാണ് അവർ ഇറങ്ങി തിരിച്ച് കൂത്ത് വെക്കാൻ വരുന്നവർ മൊത്തം അവരെ തൊട്ട് മണങ്ങിയിട്ടാണ്. കൂത്ത് കഴിഞ്ഞാൽ അത്ര പേരും മണം ഇതിന്. അത് തേവാറിയാണ്. ഈ ഇരിക്കുന്ന ആളും തേവാതി തന്നെ. നമ്മളിത് ചെണ്ട ഉണ്ടാക്കുന്ന മെയിനായിട്ട് കുമ്പിൾ തടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ തടി കിട്ടാൻ ഇച്ചിരി പാടാണ് നമുക്ക്. ഒന്നാമത് കാട്ടിപ്പോൾ വെട്ടിക്കൊണ്ട് വരിക, പിന്നെ ലീഗലി പ്രോബ്ലമൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി റിസ്ക്കാണ്. വലിയ പണിയാണ്. ഇച്ചിരി നല്ലപോലെ ഷേപ്പാക്കി എടുക്കുന്ന ഇച്ചിരി വലിയ പാടാണ്. അപ്പോൾ വാക്കത്തേക്ക് തന്നെ നമ്മൾ മൊത്തം ചീവി മിനുക്കി എല്ലാം കുപ്പിച്ചില്ലൊക്കെ ഇട്ടിട്ട് വേണം മിനുക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ഉള്ളു തുറക്കൽ ഇച്ചിരി റിസ്ക്കാണ്. അപ്പുറത്തിപ്പുറത്തും കുത്തി ഓട്ടയാക്കി വെച്ച് പിന്നെ അതിൻ്റെ ഉള്ളു ശരിക്കും കുടവാക്കി എടുക്കണം, അകത്തേക്ക് തുരന്നെടുക്കണം. സമയമെടുത്ത് ചെയ്യേണ്ടതുകൊണ്ട് പണി തീരുന്ന അനുസരിച്ച് നമ്മുടെ മനസ്സും ക്ലിയർ ആവും. നമുക്ക് അത്രയും പെട്ടെന്ന് സാധനം ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് 1 ഇഞ്ച് ഉള്ളി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പണ്ട് കൊട്ടുപടിയായിരുന്നു, ഇപ്പോൾ നമ്മൾ ചുറ്റിയാൽ ഉപയോഗിക്കുന്നുള്ളൂ. പണ്ടെന്ന് വെച്ചാൽ വാക്കത്തിക്കുക, മൊത്തം വർക്ക് വാക്കത്തിക്കുക. അപ്പോൾ അതിൽ തന്നെ മിനുക്ക് വേണിയും എല്ലാം. പിന്നെ നമുക്ക് ഉള്ളിയിൽ തുറക്കുന്നതും അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇച്ചിരി മെഷീൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്തെ. ഇത് കട്ട് ചെയ്യാനും പിന്നെ ഇപ്പോൾ ഉള്ളി കുത്തുന്നുണ്ട്. കടച്ചിലുണ്ടെങ്കിൽ കടച്ചിലും ചെയ്യാം. നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് കുത്തിയെടുക്കുന്നതാണ് നമുക്ക് ഒരു മനസ്സിന് തൃപ്തി വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അളവിന് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു വെട്ടുപാടൊക്കെ കാണാണ്ട് മിനുസമായിരിക്കണം നമുക്ക് മൊത്തത്തിൽ ചെയ്തെടുക്കാൻ നേരത്ത്. ഇന്ന് കുപ്പിച്ചിലും കൊണ്ട് ഇത് മിനുസമാക്കുന്ന ഇതുണ്ട്. ഇപ്പോൾ നമുക്ക് സാൻഡ് പേപ്പർ ഇട്ട് പിടിക്കുന്നുണ്ട്. പണ്ട് കുപ്പിച്ചില്ലിലാണ് അത് സെറ്റാക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ ചീവുന്നില്ലേ, അതിൻ്റെ പാടൊക്കെ പോയി കിട്ടും. അപ്പോൾ കറക്റ്റ് ഉരുട്ടിയെടുക്കണം ഈ സംഭവം. പിന്നെ നമുക്കിത് കവർ ചെയ്യുന്നതിൽ ആടിൻ്റെ തോല്. പണ്ട് നമുക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഉടുമ്പും കൂരനൊക്കെ ആയിരുന്നു. പിന്നെ നമുക്കതിൻ്റെ ലീഗൽ പ്രോബ്ലമൊക്കെ ആയതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് നമ്മൾ ആടിൻ്റെ തൊലി മേടിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. തോല് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ബാക്കി ഫ്ലഷൊക്കെ നമ്മൾ കളഞ്ഞിട്ട് അലക്കിൽ എല്ലാം ടൈറ്റ് ആക്കുക. അപ്പോൾ ചുളുക്ക് വരാണ്ട് ഉണങ്ങുമ്പോൾ ഒരു നൈസായിട്ട് കിട്ടണം. അപ്പോൾ ചുളുക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി നല്ലപോലെ വിരിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ തീയിലിടും. തീയിൻ്റെ മേളിൽ ഇട്ടിട്ട് ആഴിയുടെ മേളിൽ ഉണങ്ങാൻ വേണ്ടി ഇടും, അല്ലെങ്കിൽ വെയിലത്തിടും. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചൂരവള്ളിയായിരുന്നു. ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു കാട്ടിപ്പോകേണ്ട ബുദ്ധിമുട്ടും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കയറ് ഉപയോഗിക്കുന്നവരുണ്ട്. ചൂരവള്ളിക്ക് പകരം യൂസ് ചെയ്യുന്നതാണ് ടങ്കീസ്. അതായത് ടെമ്പർ പക്കായി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് കിട്ടും. അളവും കാര്യങ്ങളും കറക്റ്റായിട്ടിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് എന്നാലും സൗണ്ടിന് മാറ്റമൊന്നും വരത്തില്ല. ഇതാണ് നമുക്ക് ചെണ്ട വരിയാനൊക്കെ ഉപയോഗിക്കുന്ന ചൂരൽ. നമുക്ക് പലതരത്തിലുള്ള ചൂരലുകളുണ്ട്. നമ്മുടെ ഭാഷയിൽ ഇത് പിരമ്പെന്ന് പറയും. പണ്ട് കാലം തൊട്ട് വരിഞ്ഞു വരുന്ന ഈ ഒരു വള്ളി ഉപയോഗിച്ചിട്ടാണ്. മൊത്തം നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളാണ്. നമുക്ക് ചെണ്ടയുടെ 2 വളപ്പുണ്ട്. ഒരു വളപ്പിലാണ് ഇതിൻ്റെ മൊത്തം ബലങ്ങളും കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചോടിൻ്റെ പിരമ്പ നമ്മൾ
എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ വെട്ടുക, ചോടിന് മാത്രം. ഒന്നിന്ന് 2 നമുക്ക് കിട്ടണം, എന്നാലും നമുക്ക് 4 വളപ്പായിട്ടാണ് നമുക്ക് ചെണ്ടയ്ക്ക് വളപ്പ് അതിൻ്റെ പിടുത്തം കിട്ടുന്നത്. അപ്പോൾ ഇത് ഒന്നുകൂടി നമുക്ക് അടുത്ത മൂട് കൂടി നമുക്കൊന്ന് വെട്ടേണ്ടി വരും. പിന്നെ വള്ളിക്കായിട്ട് എടുക്കുന്നത് അതിൻ്റെ മേളിലത്തേക്ക്, അതാണ് ഇതിൻ്റെ വഴക്കം കിട്ടണം ശരിക്കും ഇതിലേക്ക്. കാട്ടിലേക്ക് എന്തെല്ലാം ആവശ്യത്തിനാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഉള്ളൊരു സാധനങ്ങൾ നമ്മൾ ശേഖരിക്കാൻ പോകുമ്പോൾ മുറപ്പടിയായിട്ട് നമ്മൾ പോവുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പണ്ട് കാലം തൊട്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ വന്നേക്കുന്നതൊക്കെ നമ്മൾ അളിയന്മാരായിട്ട് വരുന്നത്. ഒരിനോടി വലിച്ച വലിക്കണ്ടായി. ഓക്കെ ഓക്കെ, രണ്ടും ഓക്കെ ഓക്കെ. ഒന്ന് അവിടെ കിടപ്പുണ്ട്. മതി മതി, ഓക്കെ. വിട്ടോ, ഓക്കെ. ദൈവമായിട്ടുള്ള ഇടപാടുകളിൽ നമ്മളിത് ഉപയോഗിക്കുന്ന ഒരു ഇലയാണ്, അത് മുടന്തി എന്ന് പറയും. അപ്പം നമ്മളത് വച്ചിട്ടാണ് മൊത്താളം കഴുകുക. കഴുകി വൃത്തിയാക്കി പൊടി ബാക്കിയെല്ലാം നമ്മളിത് തന്നെ ചെയ്യുക. നമുക്ക് മൊത്താളത്തിൻ്റെ പല കളറുകളുണ്ട്. ഒന്ന് കുമ്പിളിൻ്റെ തന്നെ ഒറിജിനൽ കളറ് കയറ്റുന്നുണ്ട്. പിന്നെ ഒന്ന് നമുക്ക് ഒരു മരത്തിൻ്റെ കറയുണ്ട്. ഈ വേങ്ങ മരമാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. നമുക്ക് ആ പശ മൊത്താളത്തിൽ മൊത്തം നമ്മൾ പകർത്തിയിട്ട് അത് ഉള്ളിലേക്ക് അത് വലിച്ചെടുത്ത് ഒറിജിനൽ കറുപ്പായിട്ട് അതങ്ങനെ തന്നെ വരും. പിന്നെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് പുതിയ മൊത്താളായതുകൊണ്ട് ആ പോളിഷ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇതിൻ്റെ അളവെടുക്കുന്നതെന്ന് വെച്ചാൽ 2 അളവുണ്ട്. ഉടുമ്പിൻ്റെ തൊലിയും കൂരൻ്റെ തൊലിയാണ് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ച് വരുന്നത്. അപ്പം അതിൻ്റെ വിരളളവുകൾ ചാൺ വെച്ചാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഉള്ളളവ് ഒരു ചാണ് കറക്റ്റ് ഉടുമ്പിൻ്റെ. പിന്നെ രണ്ടാമത്തേത് കൂരമാൻ്റെ വരുമ്പോഴത്തേക്കും അതിന് ഇച്ചിരി ഒരളവ് കൂടുതലായിരിക്കും, ഒരു 1/2 ഇഞ്ച് 2 ഇഞ്ചൊക്കെ കൂടുതലായിരിക്കും. ആടിൻ്റെ തോലിലേക്ക് നമ്മൾ വച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. 2 അളവ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. 2 സ്ഥലത്ത് നമുക്ക് ആവശ്യത്തിന് തോലിൻ്റെ ഭാഗങ്ങളുണ്ട്. കീറാം. മൂടുന്ന സമയത്ത് രോമം പാടില്ല അതിൻ്റെ അകത്ത്. കാരണം എന്ന് വെച്ചാൽ സൗണ്ടിന് നമ്മൾ അടിക്കാൻ നേരത്ത് വ്യത്യാസം വരും. അപ്പോൾ ഫുള്ള് കളഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ വടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഒരു രീതിയിലും തോലിലേക്ക് പോറലേൽക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് വലിക്കാൻ നേരത്ത് കീറാൻ സാധ്യത ഉണ്ട്. നമുക്കത് നമ്മളിനി കുറച്ച് നേരം കുതിർത്തിടണം.
നമ്മൾ ചെണ്ട മൂടുന്നതിൻ്റെ വളപ്പാണ് നമ്മൾ ചെയ്യുന്ന ചൂരവള്ളിക്ക്. നമ്മളെടുക്കുമ്പോൾ ഇച്ചിരി വീതി കാണും. അടിയിലത്തെ വളപ്പിന് നല്ല ബലം വരുന്നതുകൊണ്ട് മൊത്തം ഭാരവും താങ്ങുന്ന ആ ഒരു വളപ്പാണ്. അപ്പോൾ ആ ഒരു വളപ്പ് ഒരു രീതിയിലും പൊട്ടരുത്. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകമായിട്ട് നല്ല രീതിക്ക് ഇച്ചിരി കനത്തോടു കൂടിയും ഇച്ചിരി വീതിക്കും കൂടി എടുത്തു കഴിഞ്ഞാൽ കാലാകാലം നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ടിരുന്നോളും. അപ്പം നമുക്ക് അടിവളപ്പിൻ്റെ ആണ് നമ്മൾ ചെയ്യുക. അത് നമ്മൾ പണ്ട് കാലത്ത് ഇത് വളപ്പ് കെട്ടിക്കൊണ്ടിരുന്നത് ഞാൺ വള്ളി എന്ന് പറയും. ഈ പ്ലാസ്റ്റിക് വള്ളി ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ നമ്മുടെ മൺമറഞ്ഞു പോയവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമുക്കിപ്പോൾ ആ വള്ളിയൊന്നും എടുക്കാനുള്ള സാവകാശം ഇല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക്കിലേക്ക് കയറിയേക്കും. ഇത് മതി. ഒത്തിരി ടൈറ്റാവും അരുത്. ഇച്ചിരി നമുക്ക് ആ തൊലിയെ കയറി പോകുന്നുള്ള കവർ ചെയ്തെടുത്തുള്ള, അല്ലെങ്കിൽ ഭയങ്കര പാടാണ് ഈ സംഭവം. ഇപ്പോൾ നോർമൽ സൗണ്ടാണ്. ഇപ്പോൾ നമുക്കിത് ചെയ്യാമെന്ന് വെച്ചാൽ രണ്ട് വളപ്പുണ്ട്. ഒന്ന് മിൻവളപ്പുണ്ട്, പിൻവളപ്പുണ്ട്. ആദ്യം ഇട്ട വളപ്പ് ഇത് മൊത്തം ഇതിൻ്റെ ഭാരം താങ്ങുന്നത് ഈ ഒരു വളപ്പാണ്. അത് കവറായിപ്പോയി. പിന്നെ രണ്ടാമത്തെ ഇത് മടക്കിയെടുത്ത് നമ്മൾ ഇങ്ങോട്ട് ചെരുകി കയറുക. നമ്മളിത് തിരിച്ച് വയ്ക്കുക. പണ്ട് കാലാകാലങ്ങളിൽ കണ്ടുവരുന്നതും കാരണന്മാർ കാണിച്ചു തന്നതുമായിട്ടുള്ള ഐതിഹ്യങ്ങളാണ് മഞ്ഞക്കണക്ക് നമ്മൾ ഇടുന്നത്. നമുക്കതിൽ ഒന്ന് നമുക്ക് ഇതിൻ്റെ ശബ്ദം ചെണ്ടക്കാർ തിരിച്ചറിയാനും പിന്നെ അതിൻ്റെ ദൈവികമായിട്ടുള്ള അടിസ്ഥാനങ്ങളും ഇതിൻ്റെ അകത്തുള്ളതുകൊണ്ട് നമ്മളത് പച്ചയാണ് ഇടുന്നത്. സ്വാഭാവികമായിട്ട് ഇത് നമ്മുടെ കാലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ഉണങ്ങി ഇതിലേക്ക് നമ്മൾ ഇടും. ബാക്കി ഇതിൽ കട്ടിയായിട്ടുള്ള പീസുകൾ നമ്മൾ അറുത്ത് മാറ്റി കഴിഞ്ഞാൽ പണി നമുക്ക് കുറച്ചുകൂടി മെച്ചമായിട്ട് നടക്കും. അടിവള പൊളിച്ചിട്ടുണ്ട്. ഈ ചുരുക്ക് വലിക്കണേ ഓക്കെയാണ്. കൂരാൻ്റെ സൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ തുകൽ ഈ ഈറ്റ വള്ളിയിൽ കോർത്ത് പിടുത്തം വയ്ക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചൂരവള്ളി ഇതിലേക്ക് പകർത്തുന്നത്. കട്ട് ചെയ്ത് കളയാം. നമുക്കത് ഈ ഒരു രീതിക്ക് മുറുക്കാൻ പറ്റും. കണ്ടോ ആ സൗണ്ട് കിട്ടും. ഓക്കെ അല്ലേ? പിന്നെ നമുക്കിത് ഇതിൻ്റെ അത്ര ആവശ്യമില്ല. കട്ട് ചെയ്ത് കളയാം. ഞങ്ങൾ പുക്കിൾക്കൊടി എന്ന് പറയും, പുക്കൂശ് എന്ന് പറയും. ഇത് നമുക്കിതിൻ്റെ എയറും അതൊക്കെ തള്ളുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ സൗണ്ട് കക്കുന്ന ഒരു ഉപാധി എന്ന രീതിക്ക് ഞങ്ങളത് പുക്കൂശ് എന്ന് പറയും. എല്ലാ മൊത്താളത്തിനും ഉണ്ടാകുന്നതായത്. നമുക്കിത് അടുത്തൊരു ഘട്ടത്തിലേക്ക് കിടത്തിയിട്ടാണ് ഇതിന് നമ്മൾ ചെണ്ട പണിയുന്നത്. അന്നേരം അപ്പുറത്ത് ഇപ്പുറമിരിക്കുന്ന ആളുടെ ഈ തള്ള വിരൽ നമുക്ക് ഈ തേരിലേക്ക് മുട്ടിക്കണം. അപ്പോൾ നമുക്ക് അന്നേരം മുട്ടിക്കുമ്പോൾ ഈ ഒരു കണ്ണിലേക്ക് ഒരു രീതിയിലും പാസ് ചെയ്യരുത്. ഇതാണ് ചെയ്യുന്നത്. വലിച്ചോ വലിച്ചു വലിച്ചു. അല്ല, മൊത്താണത്തിൽ പൊതുവെ കെട്ടിവരുന്ന കെട്ടാണ്. ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ വലിക്കും തോറും മുറിക്കൊണ്ടിരിക്കും.
ആദ്യം നമ്മൾ വരിഞ്ഞ ഒരു കെട്ടാണിത്. പിന്നെ തീരുമ്പോൾ നമുക്ക് മറുവശം വന്നാൽ അത് കറക്റ്റ് പിടുത്തം പക്കാവത്തുള്ളൂ. അവിടെ നിൽക്കട്ടെ, കെട്ടണ്ട. ഇത്ര മൊത്താളത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു അവസ്ഥ ഇതാണ്. അപ്പോൾ നമ്മൾ ടൈറ്റ് നോക്കുമ്പോൾ ഇതൊന്ന് സ്മൂത്താകാൻ വേണ്ടി ഒരു ചെറിയൊരു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചൂരൽ പൊട്ടാതെ വരും. ഇങ്ങനെ ചൂരൽ ഇങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടി സ്കൂട്ടർ ഇതൊക്കെയാണ് ഇങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടി. അതിനെക്കാട്ടും എളുപ്പമാണ് ഹാൻഡ് ടൈറ്റ് ചെയ്യുന്നത്. നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും വള്ളി വലിയുന്നത്. അവസാനത്തെ മിനുക്ക് പണി ഇതൊക്കെ അരഞ്ഞാണമെന്ന് ഞങ്ങൾ പറയും. അടവെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവർക്കൊരു എന്നാ പറയുന്ന, നമ്മൾ ആ ഒരു സമയത്ത് അവരെ സങ്കല്പിച്ച് അവരവിടെ ഉണ്ട്, അവരുടെ ഒരു സാന്നിധ്യം നമ്മളവിടെ കാണുന്നുണ്ട്, അവരെ നമ്മൾ ഓർക്കുന്നുണ്ടെന്നുള്ളൊരു പരസ്പരമായിട്ടുള്ളൊരു ധാരണകൾ അല്ലെങ്കിൽ സമുദായപരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നമ്മളവിടെ കൊണ്ടുവരിക. അപ്പം അതോടുകൂടി നമ്മൾ എന്നാ പറയുന്ന കുടിയിലേക്ക് ഊരിലേക്ക് ഇത് നമ്മൾ ഊരുകളിലെ ഐശ്വര്യം അല്ലെങ്കിൽ കൃഷി വിളകൾ അങ്ങനെ എല്ലാത്തിനും വേണ്ടി നമ്മൾ അതിനെ സമർപ്പിച്ച് അവരെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ പാടുക, ആചരിക്കുക, അങ്ങനെയുള്ളൊരു ഇതിലേക്ക് മൊത്തത്തിൽ നമ്മൾ കടന്നു പോവുക ഈ ഒരു ഇത് വെച്ച് ഉദ്ദേശിക്കുന്നു.